ആൻഡേഴ്സൺ ട്രോഫിക്കായി ഇംഗ്ലണ്ടിൽ പര്യടനത്തിനെത്തിയ ഇന്ത്യ ആദ്യ മത്സരം പരാജയപ്പെട്ടിരിക്കുകയാണ്. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയം ചോദിച്ചു വാങ്ങിയത്. സന്ദർശകർ ഉയർത്തിയ 371 റൺസിന്റെ വിജയലക്ഷ്യം ബെൻ ഡക്കറ്റിന്റെ സെഞ്ചുറി കരുത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. മത്സരത്തിൽ 5 സെഞ്ചുറികളാണ് ഇന്ത്യൻ താരങ്ങൾ അടിച്ചെടുത്തത്. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവർ ആദ്യ ഇന്നിംഗ്സിലും KL രാഹുൽ രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയപ്പോൾ വിക്കറ്റ് കീപ്പറും ടീമിന്റെ വൈസ് ക്യാപ്റ്റനുമായ ഋഷഭ് പന്ത് 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി. മത്സരത്തിൽ ഇന്ത്യയുടെ നെടുന്തൂണായ ഋഷഭ് പന്തിനെ പരമ്പരയിൽ ശേഷിച്ച എല്ലാ മത്സരത്തിൽ നിന്നും വിലക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇംഗ്ലണ്ടിന്റെ ആരാധക കൂട്ടായ്മയായ ബാർമി ആർമി. മത്സരത്തിനിടെ അമ്പയറോട് തർക്കിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഋഷഭ് പന്തിനെ വിലക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. മത്സരത്തിന്റെ 3-ാം ദിവസമാണ് അമ്പയറിനോട് തർക്കിച്ചതുമായി ബന്ധപ്പെട്ട് ഋഷഭ് പന്ത് വിവാദങ്ങളുടെ ഭാഗമാകുന്നത്. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിലെ 61-ാം ഓവറിൽ ഹാരി ബ്രൂക്ക് മുഹമ്മദ് സിറാജിനെ തുടർച്ചയായി ബൗണ്ടറികൾ അടിച്ചിരുന്നു. തുടർന്ന് കീപ്പർ ഋഷഭ് കളിയിൽ ഉപയോഗിക്കുന്ന പന്തിന് പോരായ്മകൾ ഉണ്ടെന്നും പന്ത് പരിശോധിക്കണമെന്നും അമ്പയറോട് പറഞ്ഞു. എന്നാൽ ഫീൽഡ് അമ്പയറായ പോൾ റീഫൽ പന്ത് ഒരു പ്രശ്നവുമില്ലെന്ന് കണ്ടെത്തി. ഇതോടെ ദേഷ്യത്തിലായ പന്ത് ബോൾ വലിച്ചെറിയുകയായിരുന്നു. ഇതോടെ ICC പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2(8) ലംഘിച്ചതിന് പന്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അമ്പയറുമായി തർക്കത്തിൽ ഏർപ്പെട്ടതോടെ 27-കാരനായ പന്തിന് ഒരു ഡീമെറിറ്റ് പോയിന്റും ലഭിച്ചു. ഒരു അന്താരാഷ്ട്ര മത്സരത്തിനിടെ അമ്പയറുടെ തീരുമാനത്തോടുള്ള വിയോജിപ്പും അമ്പയറുടെ വിധിയിൽ അമിതമായി നിരാശ പ്രകടിപ്പിക്കുന്നതും ദീർഘനേരം വാദിക്കുന്നതും കുറ്റകരമാണ്. ഓൺഫീൽഡ് അമ്പയർമാരായ ക്രിസ് ഗഫാനി, പോൾ റീഫൽ, 3-ാം അമ്പയർ ഷർഫുദൌള ഇബ്നെ ഷാഹിദ്, 4-ാം അമ്പയർ മൈക്ക് ബേൺസ് എന്നിവർ ചേർന്ന് ICCയുടെ എലീറ്റ് പാനൽ മാച്ച് റഫറി റിച്ചി റിച്ചാർഡ്സനെ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബോൾ ഗേജ് ഉപയോഗിച്ച് പന്ത് പരിശോധിച്ചതിന് ശേഷം അമ്പയർമാർ പന്ത് മാറ്റാൻ വിസമ്മതിച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ അമ്പയർമാരുടെ മുന്നിൽ പന്ത് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെന്ന് ICC പ്രസ്താവനയിൽ പറഞ്ഞു. ഇതോടെ ICC പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2(8) ലംഘിച്ചതിന് പന്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി.